ഹലോ, അസ്സാം വലൈക്കും. എന്തല്ല സുഖം തന്നെ എല്ലാവർക്കും. ഇന്ന് പത്തിരിയും മുട്ടക്കറിയും ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ ചായ വാർന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കണ്ണൻ ദേവൻ ചായപ്പൊടി കേട്ടോ മേടിക്കാറ്. അതാകുമ്പോൾ ലേശം നല്ല കടുപ്പുണ്ടാവും. കടുപ്പത്തിലുള്ള ചായ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. നിങ്ങളെല്ലാം കാലിച്ചായ കുടിച്ചോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയൊക്കെ ഉണ്ടോ? ഒരു ദിവസം മഴ പെയ്യാണ്ടാകുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടുണ്ട് കേട്ടോ. വേറെന്തൊക്കെയാ? ചായ ഇക്കാക്ക് കൊടുത്തു, ഞാനും കുടിക്കാൻ പോവുകയാണ്. അപ്പം മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു. മുട്ട പുഴുങ്ങി വെച്ചതാണ് കേട്ടോ. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഇട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഇളക്കി എണ്ണയിൽ മസാലകളെല്ലാം മൂത്തേര് ഞാൻ തക്കാളി കട്ട് ചെയ്തിട്ട് 2 തക്കാളി കേട്ടോ. ഇറച്ചിക്കറി വെക്കുന്നത് പോലെ അങ്ങ് വെക്കുകയാണ് കേട്ടോ. നാടൻ രീതിയിൽ വെക്കുകയാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചെടുക്കുക. കുറച്ച് വെള്ളം മതി കേട്ടോ. ഇനി എല്ലാം കൂടെ നല്ലപോലെ വേവാൻ വെക്കാം നമുക്ക്. ആ സമയം കൊണ്ട് പത്തിരി ചുട്ടെടുക്കുക കേട്ടോ. പത്തിരിപ്പൊടി മേടിച്ചതായിരുന്നു, ശരിയായിട്ടില്ല. അല്പം ഒരു ചട്ടി വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചിട്ടോ. കടുക്കക്കറി കേട്ടോ വെക്കാൻ പോകുന്നത്. അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമാങ്ങയും എല്ലാം കൂടെ വഴറ്റി 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഞാൻ തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ, പുളിയുണ്ട് മാങ്ങക്ക്. ഇത് കടുക്കക്കറിയാണ് വെക്കുന്നത്, അതും കൂടി അതിലിട്ട്. കല്ലുമ്മക്കായ കടുക്കാന്നും പറയും. എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. മാങ്ങയും കല്ലുമ്മക്കായും എല്ലാം വേവാൻ ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കും. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക കേട്ടോ. എല്ലാം ഇളക്കി നമുക്ക് വേവാൻ വെക്കാം. അത് തേങ്ങ മാത്രം കേട്ടോ അരച്ചത്, അത് അതിലേക്ക് ഇട്ട് കൊടുത്തത്. അങ്ങനെ ആ കറി റെഡിയായി. ഒന്നിന് തിളച്ച് വരണം. കറി തിളച്ച് വരുമ്പോൾ ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും കേട്ടോ. പിന്നെ കറിവേപ്പിലയും ഇടും. അങ്ങനെ കല്ലുമ്മക്കായും റെഡിയായി കറിയും. ഇത് മാങ്ങ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ മാങ്ങ കട്ട് ചെയ്യാണ്, എന്നിട്ട് നല്ലപോലെ കഴുകി ഊറ്റി വെക്കും. ഇത് ആദ്യം ഞാൻ കല്ലുപ്പിട്ട് വെച്ചതാണ്. അതിലേക്ക് തന്നെ മാങ്ങയും കൂടി ഇടാമെന്ന് വിചാരിച്ചു. അച്ചാർ കുറച്ചുണ്ടായിരുന്നു, അച്ചാറിൻ്റെ പണി ആണ് എനിക്ക്. അപ്പോൾ അത് പേക്ക് ചെയ്യാണ് കേട്ടോ. ആദ്യം ഇട്ട് വെച്ച മാങ്ങ അച്ചാർ പേക്ക് ചെയ്യാണ്. ഇതിങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ കുപ്പിയിൽ വയ്ക്കുന്നതും ഇടുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. സമയം പോലെ ഓരോന്നോരോന്ന് ചെയ്യും. രാവിലെ തൊട്ട് ഒരു വൈകിട്ട് വരെയുള്ള പണി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ക്ലീനിങ് എല്ലാം ഉണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അച്ചാറിൻ്റെ പാക്കിങ് കഴിഞ്ഞു. ഇനി കടുക്കക്കറി വെച്ചു, മുട്ടക്കറി വെച്ചു, പത്തിരി ചുട്ടു. അങ്ങനെ എല്ലാ പണിയും ഓരോന്ന് അച്ചാറെല്ലാം റെഡിയായി. മാങ്ങ ഞാൻ പറഞ്ഞില്ലേ
ഉപ്പിലിട്ട് വെച്ചതാണത്, കല്ലുപ്പിട്ട് വെച്ചതാണ്.